സ്റ്റോറി രാഗേന്ദു. പ്രസൻറ്റേഷൻ ഫസ്ന ഫസൽ. എഡിറ്റിംഗ് ഫസലുദ്ദീൻ VI. അസുരൻ്റെ പാതി. അറിയാതെ താലിയിൽ മുറുകിയ കൈകളോടെയാണ് അവൾ സംസാരിക്കുന്നത്. ചുണ്ടിൽ വശ്യമായൊരു ചിരി ഇരുവരും കരുതി വച്ചിട്ടുണ്ട്. പണിയെടുത്തോണ്ടിരിക്കുവാടി പൊണ്ടാട്ടി. പിന്നെ അന്വേഷണമൊക്കെ എൻ്റെ താഴെയുള്ളവർ നോക്കിക്കോളും. ഞാൻ ജസ്റ്റ് ഒന്ന് ഓർഡർ കൊടുത്താൽ മതി. എന്തിനാ ഇത്ര കഷ്ടപ്പെട്ട ആളെ പിടിക്കുന്നത്? കൈക്കൂലി വാങ്ങി രക്ഷപ്പെടുത്താനാണോ? ഡീ വേണ്ട. കപടദേഷ്യത്തോടെ അത് പറയുമ്പോൾ മറുപുറത്തു നിന്നുള്ള അവളുടെ ചിരി കേൾക്കായിരുന്നു തെക്കന്. ഇത്രയും നാളത്തെ ജീവിതത്തിനിടെ വിളിച്ചന്വേഷിക്കാനും അന്വേഷണം തിരക്കാനും ആളില്ലാത്ത ദുഃഖം തീർക്കുമായിരുന്നു അവൻ. എന്നാൽ ഇത്രയും നാളും ഒന്ന് വൈകിയാൽ പോലും വീട്ടിലേക്ക് വിളിച്ചു പറയാത്ത രാത്രി എന്തെങ്കിലും അത്യാവശ്യം വന്ന് പുറത്തു പോയ കൂടുതലായി ഒന്നും പറയാത്ത അച്ഛൻ്റെ കുറവ് തീർക്കുമായിരുന്നു അവൾ. എൻ്റെ ചരക്ക് വല്ലതും കഴിച്ചോ? പൊടപ്പട്ടി. പറയടി പൊണ്ടാട്ടി. ഞാൻ കഴിച്ചാലും കഴിച്ചില്ലെങ്കിൽ ഇയാൾക്കെന്താ? ചേടാ, എൻ്റെ പൊണ്ടാട്ടി വല്ലതും കഴിച്ചോ ഇല്ലയോ എന്ന് തിരക്കണ്ടേ എനിക്ക്? പോടാ. നിന്നെ ഒരുപാട് മിസ് ചെയ്യാടി പൊണ്ടാട്ടി. ഞാൻ വീഡിയോ കോൾ ചെയ്യട്ടെ? അതിനെന്താ, ചേട്ടൻ ചെയ്തോ. ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്ത് അങ്ങ് മാറ്റി വെച്ച് കിടന്നുറങ്ങിക്കോളാം. ദേ, മര്യാദക്ക് സമ്മതിക്കുന്നതാ മോക്ക് നല്ലത്. ഇല്ലെങ്കിൽ ആരോഗ്യത്തിന് ഹാനികരമാണ്. എന്നെ തല്ലുവോ? എൻ്റെ പൊണ്ടാട്ടിയെ ഞാൻ തല്ലുവോ? ഈ ചരക്കിനെ കെട്ടിപ്പിടിച്ച് നല്ലൊരു ഉമ്മ തരാം. അയ്യേ, എനിക്കങ്ങ് വേണ്ട. എന്നാ മര്യാദക്ക് വീഡിയോ കോളിൽ വാ. എനിക്ക് സൗകര്യമില്ല. എന്നാ ഞാൻ പറഞ്ഞ പോലെ ചെയ്യുവേ. അതിന് താൻ ഇവിടെ ഇല്ലല്ലോ. വരുമല്ലോ. അത് നമുക്ക് അപ്പം നോക്കാം. ബൈ. അത്രയും പറഞ്ഞവൾ ഫോൺ കട്ട് ചെയ്തപ്പോൾ ഇരുവരുടെയും മനസ്സിൽ ഒരു ശീതക്കാറ്റ് വീശിയിരുന്നു. ഫോൺ ടേബിളിൽ വച്ചിട്ട് അവൾ ബെഡിൽ മലർക്കെ കിടന്നു. തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടും ഭൂമിക്കൊച്ചിന് ഉറക്കം വരുന്നില്ല. ആദ്യമായിട്ടാ ഇങ്ങനെ ഒറ്റക്ക് കിടക്കുന്നത്. പോരാത്തതിന് അറിയാതെയാണെങ്കിൽ പോലും തെക്കനെ മിസ് ചെയ്യുന്നുണ്ട്. അവൾ എഴുന്നേറ്റ് ലൈറ്റിട്ടു. കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്ന് സ്വയം ഒന്ന് നോക്കി. സിന്ദൂരം ഒന്ന് മാഞ്ഞിട്ടുണ്ട്. അവൾ സിന്ദൂരച്ചപ്പെടുത്ത് സീമന്തരേഖയിലൊന്ന് ചുവപ്പിച്ചു. അത് തൊടാൻ ഞാനിവിടെ ഉണ്ട്. ഞാനില്ലാത്തപ്പോൾ നീ തൊട്ടാൽ മതി. തെക്കൻ പറയുന്ന പോലെ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് പറഞ്ഞുകൊണ്ട് അവൾ സ്വയം ചിരിച്ചു. എന്തോ കുറവുണ്ടല്ലോ, ലുക്ക് അങ്ങ് ശരിയായില്ല. സ്വയം ആലോചിച്ചുകൊണ്ട് അവൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് മാറി തെക്കൻ്റെ ഒരു മുണ്ടും ഷർട്ടും എടുത്തിട്ടു. ഷർട്ട് തന്നെ മുട്ടിന് മേലെ വരെയുണ്ട്. അതുകൊണ്ട് അവൾ ഷർട്ട് അകത്തോട്ടാക്കി മുണ്ടെടുത്തു. വീണ്ടും കണ്ണാടിയിലേക്ക് നോക്കി. ഈ ഭൂമിദേവി എൻ്റെയാ, ഈ രാവണൻ്റെ, എൻ്റെ സ്വന്തം. നീ പൊണ്ടാട്ടി മര്യാദക്ക് സമ്മതിച്ചോ? ഇല്ലെങ്കിൽ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ അങ്ങ് തരുഞ്ഞ്. പോടാ രാവണ. ഇന്ന് രാവണനില്ല. അപ്പോൾ ഈ വീടിന് ഞാനാ രാജാവ്, ഞാനാ മന്ത്രി. ഭൂമി ഓരോരോ കോപ്രായങ്ങൾ കാണിച്ചു. അവസാനം മടുത്തപ്പോൾ അവൾ മുറി വിട്ട് പുറത്തേക്ക് ഇറങ്ങി. വടിവാളിൻ്റെ മുറിയിൽ പോകാമെന്ന് വെച്ചാൽ പാതിരാത്രിയായില്ലേ. അതുകൊണ്ട് അതങ്ങ് വേണ്ടെന്ന് വെച്ചു. ഈ വീടൊന്ന് ചുറ്റിക്കണ്ടാലോ? ചിലപ്പോൾ വല്ല ഭാർഗവി ചേച്ചിയോ നീലി ചേച്ചിയോ കാണാൻ പറ്റിയാലോ? വേണ്ട, പോയി TV കാണാം. ആത്മകഥിച്ചുകൊണ്ട് അവൾ സ്റ്റെപ്പ് ഇറങ്ങാൻ നിന്നു. അപ്പോഴാണ് മുകളിലത്തെ നില ഇതുവരെയും താൻ മുഴുവൻ കണ്ടിട്ടില്ലെന്ന കാര്യം ഓർത്തത്. എന്നാൽ പിന്നെ അങ്ങനെ തന്നെ ചെയ്തു കളയാമെന്ന് കരുതി അവൾ മുണ്ടും പൊക്കിപ്പിടിച്ച് നടന്നു. ഓരോന്നും സാധാരണ ബെഡ്റൂമുകളാണ്. അതൊക്കെ തുറന്നു നോക്കി ഇങ്ങനെ നടക്കുമ്പോഴാണ് മറ്റ് റൂമുകളിൽ നിന്നും ഒരു വ്യത്യസ്തമായിട്ടുള്ള റൂമിൻ്റെ ഡോറ് കണ്ടത്. ഇത് തുറയോ? ഒന്ന് ശങ്കിച്ചുകൊണ്ട് കുറച്ച് ബലം പ്രയോഗിച്ചവൾ ഹാൻഡിൽ പിടിച്ച് തിരിച്ചു. തുറന്നു. ഇതിൻ്റെ ലൈറ്റിൻ്റെ സ്വിച്ച് എവിടെയാണാവോ? കുറച്ച് കഷ്ടപ്പെട്ടവൾ ലൈറ്റിട്ടു. എൻ്റെ അമ്മോ! വിസ്കി, സ്കോച്ച്, വൈൻ, ബീറാം, ബിയർ, പല ജാതി സാധനങ്ങളുണ്ടല്ലോ. അന്തസ്. നടുവിന് കൈയും കൊടുത്തവൾ വായും പൊളിച്ചു നിന്നു. ഷെൽഫിൽ അടക്കി വച്ചിരിക്കുന്ന ഓരോ കുപ്പിയും അടുത്ത് എന്ന് കാര്യമായി വീക്ഷിക്കുകയാണ് കുട്ടി. ഇത് ബാക്കാടിയല്ലേ? ബെക്കാടി. ഇതൊന്നും മാമൻ അച്ഛന് കൊടുത്തതല്ലേ?
ഇത് കുടിച്ചപ്പോഴല്ലേ അച്ഛൻ പാട്ട് പാടിയത്. അവൾ ആ കുപ്പിയെടുത്ത് മൂടി തുറന്ന് അതിൻ്റെ വാസന നാസികയിലേക്ക് ആവാഹിച്ചു. ഓ ആഹാ, എന്താ ഒരു സ്മെല്ല്. അവൾ ആദ്യം അത് വിരൽ കൊണ്ട് തോണ്ടിയെടുത്ത് വായിൽ വെച്ചു. അതിൻ്റെ സ്വാദ് ഇഷ്ടപ്പെട്ട പോലെ അവൾ നാവ് കൊണ്ടൊന്ന് ചുണ്ടു നുണഞ്ഞു. ഒന്നുകൂടെ മണത്ത് നോക്കിയിട്ട് അത് വായിലേക്ക് കമിഴ്ത്തി. വല്ലാത്തൊരു നെഞ്ചരിച്ചിലൂടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. കുപ്പി വേഗം വായിൽ നിന്നും മാറ്റി അവളൊന്ന് തല കുടഞ്ഞു. ഒരു നിമിഷം ചുറ്റുമുള്ളതൊക്കെ കറങ്ങുന്ന പോലെ തോന്നി. നെഞ്ചിലൊന്ന് ആഞ്ഞ് തടവിക്കൊണ്ട് അവൾ കുപ്പിയിലേക്ക് നോക്കി. ഇനിയൊന്ന് പാടി നോക്കാം. പോത്തമർന്ന പോലെ തോന്നിയെങ്കിലും കാര്യം അതല്ല, ഭൂമി പാടിയതാ. ശരിയായില്ലല്ലോ എന്നും പറഞ്ഞവൾ കുപ്പിയുമായി ടേബിളിൻ്റെ മുകളിൽ കയറിയിരുന്നു. പക്ഷേ ഇതാണല്ലോ അച്ഛ പാടിയത്, നല്ല രസമുണ്ടായിരുന്നു. അവൾ വീണ്ടും ആ ബോട്ടിലിൽ നിന്ന് ഒരിറുക്കൂടി കുടിച്ചു. അതിൻ്റെ സ്വാദിൽ അവളുടെ മുഖം ചുളിഞ്ഞു. കുറച്ചകത്ത് എന്നതും ഭൂമി ഒന്ന് കിക്കായി. ബാറാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഒരു ബേററില്ല, DJ ഇല്ല, എന്തിനേറെ പറയണ ഒരു പാട്ട് പോലുമില്ല. ദാരിദ്ര്യവാസി കെട്ടിയോ. ചുണ്ടിൽ തത്തിക്കളിച്ച പാട്ട് മൂളി അവൻ കാറിറങ്ങി വീട്ടിലേക്ക് കയറി. എൻ്റെ പെണ്ണ് ഉറങ്ങിക്കാണും, ശല്യം ചെയ്യണ്ട. അവൻ മുറിയുടെ വാതിൽ പതിയെ തുറന്നു. ലൈറ്റിടാതെ വാർഡ്രോബ് തുറന്ന് ഒരു ബ്ലൂ ബനിയനും വൈറ്റ് മുണ്ടും എടുത്ത് ഫ്രഷ് ആവാൻ കയറി. ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ബാത്റൂമിൽ നിന്നുള്ള വെട്ടത്തിൽ കണ്ടു ബെഡിൽ പെണ്ണില്ല. ഇവളിതെവിടെ പോയി? തെക്കൻ ആദ്യമായി. അവൻ വീട് മുഴുവൻ അന്വേഷിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ബാർ സെറ്റ് ചെയ്ത മുറിയുടെ ഡോറ് തുറന്നു കിടന്നത് അവൻ ശ്രദ്ധിച്ചത്. മടിച്ചു നിൽക്കാതെ തെക്കൻ അങ്ങോട്ട് നീങ്ങി. അപ്പോഴാണ് അകത്ത് നിന്ന് ഭൂമിയുടെ ഒച്ചയും ബഹളവും കേട്ടത്. അകത്തേക്ക് ചെന്നപ്പോഴാണ് മനസ്സിലായത് ഒച്ചയെടുത്തതല്ല, പാട്ടുപാടിയതാ. കർത്താവേ, ദേ ബെക്കാടി, ഇതെന്ത് കോലം. അകത്തേക്ക് വന്ന തെക്കൻ എന്താലോചിക്കണോ എന്നറിയാതെ നിന്നുപോയി. അവൻ്റെ ഒരു കറുത്ത ഷർട്ടും ഒരു കാവിമുണ്ടുമാണ് കുട്ടിയുടെ വേഷം. മുണ്ടങ്ങ് മുട്ടിനു മേലെ വരെ മടക്കി കുത്തി പബ് സ്റ്റൈലിൽ ടേബിളിൻ്റെ മേലെ കയറി നിന്ന് നല്ല ഡാൻസാ. കയ്യിലൊരു ബെക്കാർഡിയുടെ ബോട്ടിലും ഉണ്ട്. തെക്കൻ വന്നതൊന്നും മൈൻഡാക്കാതെ കൊച്ചു നല്ല ഡാൻസാ. പിന്നെ ഒന്നും നോക്കിയില്ല. തെക്കൻ മൊബൈൽ ക്യാമറ ഓൺ ചെയ്ത് പോക്കറ്റിലിട്ടു. ഭൂമിയുടെ ഈ തരത്തിലുള്ള ഗാനാലാപനം തെക്കന് തീർത്തും അപരിചിതമായിരുന്നു. എൻ്റെ ദൈവമേ, ആ പാട്ടിനെ കൊല്ലാതെ കൊല്ലുവാണല്ലോ. ഡീ, ഇങ്ങോട്ട് ഇറങ്ങടി. തെക്കൻ ഭൂമിയെ പിടിച്ചിറക്കാൻ നോക്കി. വിടട കാലമാടൻ കെട്ടിയോനെ, എനിക്ക് സന്തോഷിക്കണം. അതൊക്കെ നമുക്കിങ്ങ് ഇറങ്ങിയിട്ട് ഒന്നിച്ച് സന്തോഷിക്കാം. ഇപ്പൊ കുഞ്ഞിങ്ങ ഇറങ്ങാൻ നോക്ക്. വിട്ര എന്നെ, എനിക്ക് സന്തോഷിക്കണം. ഒരു വിധത്തിൽ അതിനെ തൂക്കിയെടുത്ത് താഴേക്ക് നിർത്തി. ഡി, നിനക്കിതപ്പോൾ ഒരു ശീലമായിരുന്നല്ലേ. ഇതിനെയാണല്ലോ ദൈവമേ ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് കെട്ടിയത്. അവൾക്ക് നേരെ അവൻ പല്ല് ഞെരിച്ചു പറഞ്ഞതും അവൾ അവനെ കണ്ണുകൾ കൂർപ്പിച്ചു നോക്കി. എന്തോ, എങ്ങനെ? നിന്നോട് ആരേലും പറഞ്ഞോ ഇത്ര കഷ്ടപ്പെട്ട് എന്നെ കേട്ടാൻ? പറഞ്ഞോന്ന് പറയടാ. അല്ലേലും നിനക്കെന്തോന്ന് കഷ്ടപ്പാട്? നീ കാരണം ഞാൻ അനുഭവിച്ച കഷ്ടപ്പാടിന് കൈയും കണക്കും ഉണ്ടോന്ന് പറയടാ. ഡാ ലുക്കടാ, ഇവിടെ. കുഴയുന്ന നാവുകൊണ്ട് അത്രയും പറഞ്ഞവൾ അസ്വസ്ഥമായി വെല്ലെടുത്ത് നോക്കി നിന്നവന് നേരെ 2 വട്ടം വിരലിനൊടിച്ചിട്ട് കവളിൽ കുത്തിപ്പിടിച്ച് അവൾക്ക് നേരെ തിരിച്ചു. മദ്യത്തിൻ്റെ ലഹരി കാരണം അടഞ്ഞു തുടങ്ങിയ ഉണ്ടക്കണ്ണുകളെ തുറന്നു പിടിക്കാൻ കഷ്ടപ്പെടുന്ന അവളെ കാണെ അവനിൽ ഒരിളം പുഞ്ചിരി വിരിഞ്ഞു. അവളുടെ കണ്ണുകളുടെ കാന്തികത അനുഭവിച്ചു തുടങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ അവൻ. അപ്പോഴേക്കും പെണ്ണിൽ നിന്നൊരു കാളരാഗ ഉണർന്നു. പാടി പൂർത്തിയാക്കും മുന്നേ അവൻ അവളുടെ വായ പൊത്തി. നശിപ്പിച്ചു കുട്ടിപ്പിശാച്ച്, മനുഷ്യനൊന്നും മൂടായി വന്നതായിരുന്നു. ഇത്തവണ കാന്തികത നിറഞ്ഞു നിന്നത് അവൻ്റെ മിഴികളിലാണ്. നിന്റെ ഉദ്ദേശശുദ്ധി അത്ര ശരിയല്ല. അവൻ്റെ പുഞ്ചിരി കണ്ട് അവൾ കുപ്പി പിടിച്ച കൈകൊണ്ട് അവൻ്റെ നെഞ്ചിൽ തട്ടി. അവൻ ആ കുപ്പി കൈക്കലാക്കി. അവൾ ആടി ആടി മുറി വിട്ട് പുറത്തേക്ക് ഇറങ്ങിയതും ചുണ്ടിൽ വിരിഞ്ഞ ചിരിയോടെ അവൻ ആ കുപ്പിയിൽ നിന്ന് ഒരിറുക്ക് കുടിച്ചു. അവിടെ നില്ലടി.
അവൻ അവളെ പിടിച്ചു നിർത്തി. വിട്. കെട്ടിറങ്ങണമെങ്കിൽ തലവഴി വെള്ളം വീഴണം. വന്നേ, നമുക്ക് കുളിക്കാം. അയ്യടാ, ആ പൂതി അങ്ങ് മനസ്സിലിരിക്കട്ടെ. വഷളൻ. ദേ, കെട്ടിറങ്ങണ്ടേ, വന്നേ കുളിക്കാം. എനിക്ക് കുളിക്കണ്ട, TV കണ്ടാൽ മതി. വീട ചെകുത്താന്. TV ഒക്കെ പിന്നെ കാണാം. വാ, പോയി കുളിക്കാം. ഒരു രക്ഷയില്ലെന്ന് കണ്ടതും അവൻ കയ്യിലെ കുപ്പി അടുത്തുള്ള ടേബിളിൽ വെച്ചിട്ട് മടക്കി കുത്തിയ മുണ്ടൊന്ന് മുറുക്കി കുത്തി അവളെ അരയിലൂടെ ചുറ്റിപ്പിടിച്ച് റൂമിലോട്ട് നടന്നു. വിടടാ, വിടസുര. അയ്യോ, ആരെങ്കിലും ഓടി വരണേ, ഈ അസുരൻ എന്നെ തട്ടിക്കൊണ്ട് പോണേ. റൂമെത്തിയതും അവൻ അവളെ ബെഡിലേക്കിട്ട് ശ്വാസം വിട്ടു. കൊച്ചാണെങ്കിൽ ബെഡിൽ കിടന്ന് നല്ല കരച്ചിലാണ്. ഇവളെ ഇന്ന് ഞാൻ ഇതിപ്പോ. അവൻ നിന്നിടത്ത് നിന്നും ചവിട്ടിത്തുള്ളി. കരച്ചിലടങ്ങുന്നില്ലെന്ന് കണ്ടതും അവൻ ബെഡിലിരുന്ന് അവളെ നേരെ ഇരുത്തി. കരയിലട ഭൂമിക്കുട്ട, വേണ്ടാത്ത പണിയൊക്കെ ഒപ്പിച്ചു വെച്ചിട്ട് കള്ളിപ്പെണ്ണ്. ആ പിഞ്ചു മുഖത്തിനെ മറച്ചു വെച്ച കുറുനിരകളെ വകഞ്ഞു മാറ്റിക്കൊണ്ട് അവൻ പറയുമ്പോൾ അവൾ ചുണ്ട് പിളർത്തി അവനെ തന്നെ നോക്കി. അച്ഛേ. അവൾ വളരെ നേർത്ത ശബ്ദത്തിൽ വിളിച്ചു. എന്താ വിളിച്ചേ? ഇനി അച്ഛനെന്നെങ്ങാണോ വിളിച്ചേ? അല്ല, ഞാൻ അച്ഛന്നാ വിളിച്ചേ. ഭൂമിക്കുട്ടൻ്റെ അച്ഛേ. അവൻ്റെ ഇരു കവിളുകളും നുള്ളി വലിച്ചുകൊണ്ട് കൊഞ്ചലോടെ പറഞ്ഞവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. അസുരൻ, ചെകുത്താൻ, രാവണൻ, ഇപ്പോൾ ഞാൻ നിനക്ക് അച്ഛനും ആയോട് പെണ്ണേ. അവളെ അടർത്തി മാറ്റിക്കൊണ്ട് അവൻ അവളുടെ മുഖം വിരൽത്തുമ്പാൽ ഉയർത്തിക്കൊണ്ട് ചോദിച്ചു. അച്ഛേ. വീണ്ടും ഒരു കൊഞ്ചലോടെ അവൾ നീട്ടി വിളിച്ചു. അത് കേട്ടതും അവന് ചിരിയാ വന്നത്. ശരി, ഞാൻ എങ്ങനെയാ നിൻ്റെ അച്ഛനായ? അവൻ്റെ ഇരു കൈകളും അവളുടെ തോളിൽ വച്ചിട്ടുണ്ട്. അവൾ അവൻ്റെ ബനിയൻ്റെ കോളറിലും പിടിമുറുക്കിയിരുന്നു. അതോ, അത് അന്ന് ബൈക്കിൽ ഒന്നിച്ചു പോയില്ലേ, അപ്പോൾ എന്നോട് കുറേ മിണ്ടിയില്ലേ, അപ്പോൾ എന്നിട്ട് ഐസ്ക്രീം വാങ്ങിത്തന്നില്ലേ, അപ്പോൾ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് തന്നില്ലേ, അപ്പോൾ പുറത്ത് പോവില്ലേ, അപ്പോൾ എന്നെ ചേർത്ത് പിടിച്ച് ഇവിടെ ഉമ്മ തരൂല്ലേ, അപ്പോൾ. അവളുടെ ഒരു കൈ അവൻ്റെ കോളറിൽ ഭദ്രമാണ്. മറ്റേ കൈ ചൂണ്ടുവിരൽ അവൾ കുറുമ്പോടെ നെറ്റിയിൽ വച്ചു. പിന്നെ കുഞ്ഞാന്നും ഭൂമിക്കുട്ടാന്നൊക്കെ വിളിക്കില്ലേ, അപ്പോൾ നിൻ്റെ അച്ഛൻ ഇതൊന്നും നിനക്ക് ചെയ്തു തരില്ലേ? ഇല്ലാട രാക്ഷസ. ഓർമ്മ വച്ചിട്ട് ഭൂമിക്കുട്ടനോടൊന്ന് ചിരിച്ചു പോലും സംസാരിക്കുന്ന കുറവാ. അത്രയും പറഞ്ഞ് അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. എൻ്റെ അച്ഛാവൂലേ? അവൾ മുഖം ഉയർത്തി അവനെ നോക്കി. ഇപ്പം കരയുമെന്ന രീതിക്കാണ് പെണ്ണിൻ്റെ ചോദ്യം. ചെറു പുഞ്ചിരി അവൾക്ക് സമ്മാനിച്ചിട്ട് അവൻ അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ഇനി വാ, നമുക്ക് തല വഴി വെള്ളം ഒഴിക്കാം, കെട്ടിറങ്ങട്ടെ, എന്നിട്ട് നമുക്ക് ഉറങ്ങാം. അയ്യോ വേണ്ട, എനിക്ക് TV കാണണം എന്നും പറഞ്ഞ് അവൾ എഴുന്നേറ്റ് പോയതും അവൻ അവളെ ചുറ്റിപ്പിടിച്ചു. വിടച്ഛൻ. അച്ഛനല്ലടി, കൊച്ചച്ഛൻ. മര്യാദക്ക് എൻ്റെ കൂടെ വന്നു. അവൻ പറഞ്ഞു തീർത്തതും അവൾ അവൻ്റെ കയ്യിൽ കിടന്ന് കുതറി മാറി മുറി വിട്ട് പുറത്തേക്കോടി. തെക്കൻ അവളുടെ പിറകെ വച്ചു പിടിച്ചു. അത് കണ്ട ഭൂമി എങ്ങോട്ടെന്നില്ലാതെ ഓടി. ഓട്ടം ചെന്ന് അവസാനിച്ചത് മുകളിലത്തെ നിലയിൽ തന്നെ വിശാലമായുള്ള സ്വിമ്മിംഗ് പൂൾ ഏരിയയിലാണ്. ഭൂമി അന്തം വിട്ട് സ്വിമ്മിംഗ് പൂളിലേക്ക് നോക്കി നിൽക്കെ ഓടി വന്ന് തെക്കൻ കാല് തെറ്റി സ്വിമ്മിംഗ് പൂളിലേക്ക് മറിഞ്ഞു. കൂടെ ഭൂമിയും വീണു. വീണ വീഴ്ചയിൽ അവളുടെ മുണ്ടഴിഞ്ഞു പോയി. കൊച്ചു വെള്ളത്തിൽ കിടന്ന് കൈയും കാലൂട്ട് അടിക്കുന്നതിനിടെ അവളുടെ മുണ്ടഴിഞ്ഞു പോയതൊന്നും കൊച്ചു ശ്രദ്ധിച്ചിട്ടില്ല. തുടരും.